സാർ, ഇന്നലെ നമ്മുടെ പ്രിലിംസ് കഴിഞ്ഞു. പ്രിലിംസിന് ശേഷം ഞാൻ ഡൽഹി സർക്കിളിലുള്ളവരുടെയും ട്രിവാൻഡ്രം സർക്കിളിലുള്ളവരുടെയും അത് സ്റ്റുഡൻസിന്റെയും മെന്റേഴ്സിന്റെയും അടക്കം പലരുടെയും അനാലിസിസ് ഉണ്ട്. എല്ലാവരും പറയുന്ന കാര്യം എക്സാം ഹാർഡായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരു പരിധിവരെ ഞാനും ഇത് അംഗീകരിക്കും. പക്ഷേ ശരിക്കും ഇന്നലത്തെ എക്സാം ആർക്കായിരുന്നു പാടായിരുന്നത്? ഇതിങ്ങനെ നോക്കിയേ, CSAT അതുപോലെ GS1 ഒക്കെ എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ എല്ലാവരുടെ കയ്യിലും ഏതെങ്കിലുമൊക്കെ അക്കാഡമികളുടെ കീ കിട്ടിയിട്ടുണ്ടാവും, അവർ ഏകദേശം ഒരു അസസ്മെന്റ് എത്തിയിട്ടുണ്ടാവും. പക്ഷേ എന്തൊക്കെയാണെങ്കിലും UPSCക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു 14,000 ആസ്പിറൻസ് ഉണ്ട് പ്രിലിംസിൽ. അവരെന്തായാലും സെലക്ട് ചെയ്യും. അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡിഫിക്കൽട്ടി കയറേണ്ടവർ കയറും. അതാണല്ലോ അതിനകത്തുള്ള ടേക്ക് അവേ. ഡിഫിക്കൽട്ടി കുറഞ്ഞാല്, ഡിഫിക്കൽട്ടി കൂടിയാല് ഈ 14,000 പേര് എന്തായാലും കയറും. അത്ര അതിനകത്തുള്ളൂ മാത്ത്. സോ ഡിഫിക്കൽട്ടിയെ പറ്റി ഒത്തിരി ബോധർ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ഡിഫിക്കൽട്ട് ആകും സ്വാഭാവികമായിട്ടും. ആർക്ക്? കൃത്യമായിട്ട് ഒറ്റപാടി പറഞ്ഞാല് പത്രം വായന കൃത്യമായിട്ട് നടക്കാത്ത ആൾക്കാർക്കും, അതുപോലെ ലോങ് ക്വസ്റ്റ്യൻസ് ചെയ്ത് ശീലിച്ചിട്ടില്ലാത്ത ആൾക്കാർക്കും, കോംപ്രിഹെൻഡ് ചെയ്തെടുക്കാൻ ഇംഗ്ലീഷ് വായിച്ചിട്ട് ആ ക്വസ്റ്റ്യനെ മനസ്സിലാക്കി എടുക്കാൻ സമയമെടുക്കുന്ന ആൾക്കാർക്കുമായിരിക്കും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരിക. അല്ലാത്ത കുറച്ച് ആൾക്കാർക്ക് ഇത് മോഡറേറ്റ് ഡിഫിക്കൽട്ടി ആയിരിക്കും. ഞാൻ പറയുന്നത് എക്സാം ഡിഫിക്കൽട്ട് അല്ല എന്നല്ല, എക്സാം വാസ് ഡിഫിക്കൽട്ട്. ഇപ്പൊ നമ്മൾ 2023 പേപ്പറിന്റെ കട്ട് ഓഫ് നമുക്കറിയാം, 75 അറൌണ്ട് 75 ആയിരുന്നല്ലോ ഇത്തവണ. പക്ഷെ ആ വർഷം CSAT നല്ല ഡിഫിക്കൽട്ട് ആയിരുന്നു. 23 CSAT നല്ല ഡിഫിക്കൽട്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നന്നായിട്ട് ഇറങ്ങി, 70s 75 വന്നു. ഇത്തവണ CSAT അത്ര ഡിഫിക്കൽട്ടി ഇല്ല. ആ 23 പേപ്പറിനോളം ഡിഫിക്കൽട്ടി ഇല്ല, എന്നാൽ മോഡറേറ്റ്ലി ഡിഫിക്കൽട്ടും ആണ്. പാറ്റേൺ ചേഞ്ച് കാരണം ഉണ്ടായിട്ടുള്ള ഒരു ഷോക്ക്, അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ there were students who could actually adapt to that. അങ്ങനെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളവർക്കും ഇൻസ്റ്റന്റ് ആയിട്ട് ഡിസിഷൻ എടുത്തു പോയവർക്കും ഇത് ഓക്കെ ആയിരുന്നിരിക്കും. ഞാനിത് പറയാൻ കാരണം, ഇപ്പൊ നമുക്ക് സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ പിള്ളേർ അതിനുശേഷം വന്നിട്ട് അവരുടെ എക്സാമിന്റെ ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് എന്നെ ആദ്യം അഖിൽ എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റ് വിളിച്ചിരുന്നു. അപ്പോൾ അഖിലെ വിളിച്ചിട്ട് പറഞ്ഞത്, സാർ ആക്ച്വലി ഇത് ഓക്കെ ആയിരുന്നു, കുറെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തതുപോലെ വന്നു, എന്തായാലും ഒരു പാറ്റേൺ ചേഞ്ച് എക്സ്പെക്ട് ചെയ്തിരുന്നല്ലോ. കാരണം AI ഉണ്ട്, AI-യുടെ ടൈമാണ്. അപ്പൊ എല്ലാവരും AI യൂസ് ചെയ്യുന്നുണ്ട്, ChatGPT യൂസ് ചെയ്യുന്നുണ്ട്, റിസോഴ്സ് കുറച്ചും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ UPSC അതിനനുസരിച്ച് സ്റ്റെപ്പ് അപ്പ് ചെയ്യണ്ടേ? UPSC സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. UPSC സ്റ്റെപ്പ് അപ്പ് ചെയ്യാനാണെങ്കിൽ UPSC എങ്ങനെ ഡിഫിക്കൽട്ടി കൂട്ടും? അതിലൊന്നെന്ന് പറയുന്നത് ആൾക്കാർക്ക് വായിച്ചെടുക്കാൻ സമയം കൂട്ടി കൊടുക്കുക. അതായത് കൂടുതൽ സമയം എടുത്തിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ട ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടുക. അതാണ് ഒന്ന്. 2, എന്താണ്, കഴിഞ്ഞ കാലങ്ങളിൽ സ്ഥിരം പഠിച്ചിരുന്ന ഒരു പാറ്റേൺ റെക്കഗ്നീഷൻ ഉണ്ടല്ലോ, അത് ഈ AI ടൂൾസ് അടക്കം പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്ത് പ്രൊഡിക്ഷൻസ് നടത്തുമല്ലോ. അവിടെയാണ് എനിക്ക് സാർ ഒരു കാര്യം പറയാനുള്ളത്. അത് സാർ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് എന്തുകൊണ്ടാണ് UPSC ഇങ്ങനെ ഒരു പാറ്റേൺ ചേഞ്ചിലേക്ക് പോയത്? ബേസിക്കലി കഴിഞ്ഞ കാലങ്ങളിലെ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് പാറ്റേൺ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ബേസിക്കലി നമ്മൾ അക്കാഡമീസും പല ആളുകളും അക്കാഡമീസ് തന്നെ കുട്ടികളെ പലപ്പോഴും പാറ്റേൺസ് പഠിപ്പിക്കുന്നുണ്ട്. AI ടൂൾസ് വെച്ചിട്ട് ആളുകൾ പാറ്റേൺസ് പഠിപ്പിക്കുന്നുണ്ട്. സോ ബേസിക്കലി പാറ്റേൺ പഠിച്ചു പോകുന്ന ആളുകൾക്ക് അനുയോജ്യമായ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുകയാണെങ്കിൽ ഐ തിങ്ക് കട്ട് ഓഫ് വിൽ ബി വേ ഹൈ. അതായത് പണ്ട് 2016 കട്ട് ഓഫ് വാസ് അറൌണ്ട് 115+. 115 മുകളിൽ കട്ട് ഓഫ് പോയിട്ടുണ്ട്. ആ വർഷവും കറണ്ട് അഫയേഴ്സ് ഒത്തിരി വരികയും ആ ഒരു പാറ്റേണിന്റെ സാധനം പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് അത് കയറുകയും ചെയ്തു. പക്ഷെ ഇത്തവണ ഡെഫിനറ്റ് ആയിട്ട് ഒരു സംതിങ് ഡിസ്റപ്റ്റീവ് സംഭവിക്കുന്നുള്ളത് എവിഡന്റ് ആയിരുന്നു. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദി വെറ്ററൻ ആസ്പിറൻസ്, ലൈക് പീപ്പിൾ ഹു ഹാവ് ബീൻ ഇൻ ദിസ് ബിസിനസ് ഫോർ അറ്റ്ലീസ്റ്റ് 1 or 2 or 3 years, അവർക്കിത് ദേ വുഡ് ഹാവ് ആക്ച്വലി പ്രെഡിക്റ്റഡ് ഇറ്റ്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സ് ആദ്യമായിട്ട് ഒരു അക്കാഡമിയിൽ PCM ഒക്കെ ചെയ്ത് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും. കാര്യം ഇതുവരെ കണ്ടിട്ടുള്ള, അവരും PYQ ചെയ്യുന്നുണ്ടാവും, PYQ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ അവര് മനസ്സിലാക്കേണ്ടത് UPSC സ്ഥിരം എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ ഒരു പാറ്റേൺ ചേഞ്ച് അല്ലെങ്കിൽ ഒരു അൺപ്രഡിക്റ്റബിൾ സാധനം കൊണ്ടുവരാറുണ്ട്. പിന്നെ ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടതാണ്, ഇത് ഭയങ്കര പഴയ ലോജിക് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അതിനോട് എനിക്ക് യോജിപ്പില്ല. സാറിന്റെ ടേക്ക് എന്താണത്? ഇതിപ്പോ ഞാൻ ഇന്നലെ ഇന്നുമായിട്ട് കുറച്ച് കുട്ടികളോട് സംസാരിച്ചായിരുന്നു. സ്റ്റുഡൻസ് വളരെ ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ അവരോട് സംസാരിച്ചപ്പോ അവരെന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ബേസിക്കലി നമ്മൾ പഴയ പാറ്റേൺ ബേസ് ചെയ്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മിനിമലാണ്. അതായത് പണ്ടത്തെ ഈ ഓൾവേസ് എക്സ്ട്രീം ടേംസ് കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള സാധനങ്ങൾ ഭയങ്കര മിനിമലാണ്, എണ്ണം കുറഞ്ഞു. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു പാറ്റേൺസ് കുട്ടികളെ പഠിപ്പിക്കാറില്ല. ബേസിക്കലി അതിനെ ട്രസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. കാരണം ബേസിക്കലി UPSCക്ക് എപ്പോ വേണമെങ്കിലും പാറ്റേൺസ് മാറ്റാം. നമ്മൾ ആകെ കുട്ടികളോട് പറയുന്നത്, യു റീഡ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി, കോംപ്രിഹെൻഡ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി, തിങ്ക് റിയലിസ്റ്റിക്കലി, ആൻഡ് ഫസ്റ്റ് ഇൻറ്റ്യൂഷൻസ് എന്താണ് പറയുന്നത് അതിനെ ഫോളോ. ഇൻറ്റ്യൂഷൻ മെത്തേഡ് ആണ് ഫോളോ ചെയ്യാൻ പറഞ്ഞത്. അതെ, ആ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന സാധനം is based on the cumulative knowledge one have actually attained all these years, maybe through the class lectures or the reading they had or the life experience they had. അപ്പോ ഈ കുട്ടികളെല്ലാരും തന്നെ വീട്ടിൽ പോയിരുന്നിട്ട്
ഈ ക്വസ്റ്റ്യൻസിനെ വീണ്ടും റീവിസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ശരിയാക്കാൻ പറ്റുമായിരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ്, അവരുടെ ഇൻറ്റ്യൂഷൻസ് ശരിയായിരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ഓവർ തിങ്ക് ചെയ്ത് തെറ്റിച്ചിട്ടുണ്ട്. അത് എല്ലാ വർഷമുള്ള കാര്യമാണ്. എല്ലാ വർഷവും എല്ലാ വർഷവും ഇത് തന്നെയാണ് exam നമ്മൾ എപ്പോഴും കഴിഞ്ഞിട്ട് പറയുന്നത്. അതെ അതെ, എല്ലാ വർഷം എക്സാം കഴിയുമ്പോൾ എക്സാമിനേഷൻ ഹാളിൽ ഇറങ്ങുന്ന സമയത്ത് ടെൻഷനായിട്ട് ഇറങ്ങുകയും അതേ ആൾക്കാർ വീട്ടിൽ വന്നതിന് ശേഷം സാർ അത് ആക്ച്വലി വിചാരിച്ച അത്ര ഡിഫിക്കൽട്ടി ഇല്ല, വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ കുറെ ക്വസ്റ്റൻസ് കിട്ടുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത് എല്ലാ വർഷവും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അത് എന്നാന്ന് വെച്ചാൽ ഈ പീസ് ഓഫ് മൈൻഡ് ആണ്. അവിടെ ക്ലാരിറ്റി ഉണ്ടോ, നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആണോ, കൂൾ ആയിട്ടാണോ എക്സാം കൊടുക്കുന്നത്. അങ്ങനെ കൂളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് റിസൾട്ട്സ് കിട്ടും. പക്ഷെ എന്നാ പറ്റുന്നോ, ഇങ്ങനെ ഒരു പാറ്റേൺ ചേഞ്ച് ഒക്കെ പെട്ടെന്ന് വരുമ്പോൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്ന പാനിക് ആവുന്ന പിള്ളേരുണ്ട്. 75-80% ആസ്പിറൻസ് പാനിക് ആവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡെസ്പൈറ്റ് ഹാവിംഗ് ഇനഫ് നോളജ് ടു ക്രാക്ക് ദിസ് എക്സാമിനേഷൻ ആ സമയത്ത് അവര് പണിപാളും. അങ്ങനെയാണ് ഈ ടെൻഷൻ ആവുന്നത്. എക്സാമിന്റെ തലേദിവസം വരെ ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ട് പോയതാ, യു ക്യാൻ എക്സ്പെക്ട് എ പാറ്റേൺ ചേഞ്ച്. നമ്മൾ ഇത്രത്തോളം ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചില്ല, എന്നാലും ഒരു പാറ്റേൺ ചേഞ്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. സോ അതുകൊണ്ട് പാനിക് ആവാതെ എക്സാമിന് അപ്രോച്ച് ചെയ്യണമെന്ന് നമ്മൾ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയാറുണ്ട്. പക്ഷെ ഇത് ശരിക്കും അവിടെ വെച്ച് അപ്ലൈ ചെയ്ത ആളുകൾക്ക് ഈ എക്സാം കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു. നേരത്തെ സാറ് പറഞ്ഞല്ലോ, UPSC എന്തായാലും 14,000 പേര് എടുക്കണം. ആ 14,000 പേര് അവർ എടുക്കുന്നുണ്ട്. അവിടെ എത്ര UPSC ചെയർമാനെ കുറ്റം പറഞ്ഞാലും UPSC കുറ്റം പറഞ്ഞാലും അവർക്ക് ആവശ്യമുള്ള ആളുകളെ അവർക്ക് കിട്ടുന്നുണ്ട്. സാറേ പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഞാൻ ഇന്നലെ നമ്മുടെ ഡൽഹി സർക്കിളിലുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കണ്ടു, എന്താണ് അവരുടെ ഒരു ചിന്തയെന്ന് അറിയാൻ. സോ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള അക്കാഡമിക് സ്പേസസിലെ അക്കാഡമിഷ്യൻസ്, അധ്യാപകര്, അവര് പറയുന്ന ഒരു സാധനമാണ് എന്താണ് നമ്മുടെ സിലബസിൽ നിന്ന് വ്യത്യസ്തമായ ചോദ്യങ്ങൾ വന്നു എന്ന്. അതായത് എത്തിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തിന് ഇത് ചോദിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു നറേഷൻ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയില്ലെന്നറിയോ, ഈ എത്തിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നതാണ് കുറെ ആൾക്കാർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. കാര്യം അത് ജനറൽ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ക്വസ്റ്റ്യൻ എന്തിന് ഇത് ചോദിച്ചു എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. സോ അതൊക്കെ ബേസിക്കലി ഒരു ലേമാൻ നോളജ് വെച്ച് പോലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാ. അതും കൂടെ ഇല്ലായിരുന്നെങ്കിലോ, അവിടാണ് പ്രശ്നം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ വേറൊരു കാര്യം UPSC തവണ ചെയ്ത് തന്നെയെന്നറിയോ, ഈ ഏൻഷ്യന്റ് ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യയുടെ ക്വസ്റ്റ്യൻസിന് എണ്ണം കൂട്ടുക മാത്രമല്ല അവർ ചെയ്തത്, അവർ ഡെപ്ത് ഓഫ് നോളജ് കൂട്ടിയിട്ടുണ്ട്. പണ്ട് നമ്മളിപ്പോ അവിടെയും ഒരു ഐറണി ഉള്ള ഇതാണ്, എല്ലാ അക്കാഡമികളും ഇനിയിപ്പോൾ പറയാൻ വന്നൊരു കാര്യമാണ്, ഞങ്ങളുടെ കറണ്ട് അഫയേഴ്സ് മെറ്റീരിയലിൽ നിന്ന് സാധനം വന്നു, ഞങ്ങളുടെ ടെസ്റ്റ് പേപ്പറിൽ നിന്ന് സാധനം വന്നു, ഇതൊക്കെ എല്ലാവരും ഇനി പറയും, എന്നിട്ട് അവർ മാപ്പ് ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്യും. സോ അവിടെ ഒരു ടേക്ക് എന്ന് പറയുന്നത്, ഈ കുട്ടികളെല്ലാം അത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ടെസ്റ്റ് സീരീസിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും, നമ്മുടെ ടെസ്റ്റ് സീരീസിൽ ഇതിന്റെ സെയിം ടീമിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും, നമ്മുടെ എസ്പെഷ്യലി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന്, നമ്മുടെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് അതുപോലെ വന്നിട്ടുണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ കാണേണ്ട കാര്യം, നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ കീ ഉണ്ടല്ലോ, ആൻസർ കീ കുട്ടികൾ പഠിക്കും, അതിന്റെ സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങളും പഠിക്കും. പക്ഷെ ഇത്തവണ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ അതിനേക്കാൾ ഡെപ്തിലുള്ള കാര്യങ്ങളാണ്. അതെ, സാധാരണ ഒരു ടോപ്പിക് കാണുമ്പോൾ ഒരു നോർമൽ UPSC ആസ്പിരന്റിന് PYQന്റെ ബേസിസിലൊക്കെ ഇതില് എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു നോഹൗ ഉണ്ട്. UPSC ചോദിച്ച ട്രെൻഡ് അനുസരിച്ച്. അപ്പൊ ബേസിക്കലി കുട്ടികളെല്ലാരും ചെയ്യുന്നത്, ഓക്കെ ഈ ടോപ്പിക്കിൽ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി എന്നുള്ള ആസ്പെക്ട്സിലാണ് പഠിച്ചു പോകുന്നത്. പക്ഷെ UPSC എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ടോപ്പിക്കിന് തന്നെയാണ് ചോദിച്ചെങ്കിലും സാധാരണഗതിയിൽ അവർ നോക്കാതെ വെച്ചിരുന്ന ആസ്പെക്ട്സും കൂടെ ആ ഡെപ്തിലേക്കും കൂടെ ഇറങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ്. പിന്നെ അതിനകത്ത് ഒരു സാധനം, ബ്ലാക്ക് ബോക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഓർമ്മ ഉണ്ടാവും, ഇപ്പൊ എഴുതിയ ആൾക്കാർക്ക്. ബ്ലാക്ക് ബോക്സ്, എയ്റോപ്ലെയിൻ ബ്ലാക്ക് ബോക്സ്. ഈ ബ്ലാക്ക് ബോക്സിന്റെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ അതിനകത്ത് അവര് ചോദിച്ച ബ്ലാക്ക് ബോക്സ് എല്ലാവർക്കും അറിയാം, അതിന്റെ കളർ ഓറഞ്ച് ആണെന്നും ബ്ലാക്ക് ബോക്സിനകത്ത് ഡേറ്റ ഉണ്ടെന്നും സാധാരണ എയർക്രാഫ്റ്റിന് ഒരു ഫെയിലിയർ ഉണ്ടായി കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാലോ ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാലോ ആദ്യം സീക്ക് ഔട്ട് ചെയ്യുന്നത് ബ്ലാക്ക് ബോക്സ് ആണെന്നും അതിനകത്ത് മെയിൻ ക്രൂഷ്യൽ ഡേറ്റ കിട്ടുന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സിവിൽ സർവീസസിലേക്ക് പ്രിപ്പറേഷനിൽ വരുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, മേ ബി അതിനകത്തുള്ള എൻക്രിപ്ഷനെ പറ്റി, അതിനകത്തുള്ള ഡേറ്റ എങ്ങനെ റിട്രീവ് ചെയ്യുന്നതിനെ പറ്റി, ഈ കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷെ UPSC ചോദിച്ചത് എന്താ, ഇതിനകത്തുള്ള ലൈറ്റ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ടെക്നോളജി എന്താണെന്നുള്ളതാണ്. അവിടെ കോമൺ സെൻസ് ആണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് ക്രാക്ക് ചെയ്യേണ്ട സാധനം അല്ലല്ലോ. ഇപ്പൊ ശരിക്കും ഒരു ഓപ്ഷനിൽ റെഡ് ലൈറ്റ് BP എന്നുള്ളതായിരുന്നു, റെഡ് ലൈറ്റ് ബീക്കൺസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കടലിനടിയിൽ പോകുന്ന കാര്യങ്ങളെ കിട്ടാനായിട്ട് സൗണ്ട് ആണ് നമ്മുടെ മാനദണ്ഡം. ശബ്ദ തരംഗങ്ങളെയാണ് അവര് ആശ്രയിക്കുക സൗണ്ടിങ്ങില്. സോ ദാറ്റ് ഈസ് വൺ തിങ്. ആൻഡ് ഓൾസോ റെഡ് ലൈറ്റ് എന്ന് പറയുന്ന സാധനം അവിടെ വരാനുള്ള സാധ്യത കുറവാണ്. അവിടെ ശരിക്കും ടെക്നിക്കലി അത് ആംബർ ലൈറ്റും വൈറ്റ് ലൈറ്റും ആണ്. സോ അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലോജിക്കലി ഗസ് ചെയ്യാം. സ്കാറ്ററിംഗിന്റെ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് വി ക്യാൻ ഐഡന്റിഫൈ. ഡെപ്തിൽ പോകുമ്പോഴേക്കും അവിടെ അഫോട്ടിക് സോൺ ആണ്, ലൈറ്റ് എത്താത്ത സ്ഥലമാണ് കടലിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് അറിയാം, ഈ സാധനമൊക്കെ ആലോചിക്കണമെങ്കിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് ആലോചിച്ചാൽ ഇതൊക്കെ കിട്ടും. ആ സമയത്ത് ഇതൊന്നും വർക്ക് ചെയ്യില്ല, കാരണം പാനിക് മോഡ്. അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ പിള്ളേർ ആകെ ഉടയും, അവിടെ നിന്ന് ഉടയും, എന്നിട്ട് ടെൻഷൻ ആവും. ഈ ഫസ്റ്റ് അറ്റംപ്റ്റിനെ ഏറ്റവും കൂടുതൽ അത് ബാധിക്കാൻ പോകുന്നത്. പക്ഷെ അത് ആക്ച്വലി ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആ ഒരു ട്രാൻസിഷൻ
പെട്ടെന്ന് തന്നെ ട്രാക്ക് മാറാനുള്ള ഒരു മെന്റാലിറ്റി ആരുടെ കയ്യിലുണ്ടോ അവർ ക്വാളിഫൈ. പിന്നെ ഈ എല്ലാവരും നോക്കുന്ന സാധനം ഈ കട്ട് ഓഫ് പ്രഡിക്ഷൻ. ഇപ്പൊ തന്നെ കട്ട് ഓഫ് പ്രഡിക്ട് ചെയ്തിട്ടുണ്ട് പല അക്കാഡമീസും. UPSC കീ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ മേ ബി നമ്മളൊക്കെ കീ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ കീ എന്ന് പറയുന്നത് നമ്മുടെ കീ എന്ന് മാത്രമല്ല, ഞാൻ ഐ എം ആക്ച്വലി റെപ്രസെന്റിങ് ഓൾ അക്കാഡമീസ് ഇൻ ഇന്ത്യ. ഈ എല്ലാ അക്കാഡമീസും കീ ഉണ്ടാക്കുന്നത് തെറ്റിക്കാനല്ലല്ലോ, മാക്സിമം നല്ല കീ ഉണ്ടാക്കാനായിരിക്കും ശ്രമിക്കുക. പക്ഷെ എന്നാലും നമ്മളുടെ കീക്ക് നമ്മളൊരു റീസൺ പറയും, നമ്മുടെ വാലിഡേറ്റ് ചെയ്യാനുള്ള സോഴ്സ് കാണിക്കും. എന്നാലും UPSC ഇനിയിപ്പോൾ ഒരു കീ ഇടുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഒരു ആക്യുറേറ്റ് പിക്ചർ കിട്ടുക. അതിനുശേഷം എത്രത്തോളം കുട്ടികൾ ഇതിനകത്ത് സത്യസന്ധമായിട്ട് മാർക്കിനെ പറ്റി വിലയിരുത്തിയിട്ടുണ്ട് എന്നതിനനുസരിച്ചിരിക്കും ഒറിജിനൽ കട്ട് ഓഫ് വരുന്നത്. എന്നാലും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ CSATന്റെ ഡിഫിക്കൽറ്റി മോഡറേറ്റ് ആയിരിക്കുകയും നോട്ട് ലൈക്ക് 2023 അല്ല, അതിനേക്കാൾ കുറച്ചും കൂടി ഈസിയാണ്. പാറ്റേൺ ചേഞ്ച് ഉണ്ടായി എന്നുള്ളത് ഓക്കെ. എന്നാൽ GS1 നല്ല രീതിയിൽ ഡിഫിക്കൽറ്റി കൂടുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഹിസ്റ്ററിക്കലി വൺ ഓഫ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് GS1 ആയിരുന്നു എന്നാണ് എന്റെ തോന്നല്. അത് 2021 ആയിക്കോട്ടെ, 19 ആയിക്കോട്ടെ, 23 ആയിക്കോട്ടെ, ഇതിൽ എഴുതിയിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് പേപ്പർ ആയിരുന്നത്. സോ അത് രണ്ടും അസസ് ചെയ്യുമ്പോൾ പീപ്പിൾ ഹൂ കുഡ് ആക്ച്വലി സ്വിച്ച് ദെയർ മൈൻഡ് സെറ്റ് ഇമ്മീഡിയറ്റ്ലി, അവർക്കൊരു ഒരു പ്ലസ് ഉണ്ട്. അവരത് കുറച്ച് എഡ്ജ് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ CSATല് മിക്കവാറും എല്ലാവരും തന്നെ ഏകദേശം ആവറേജ് പെർഫോമൻസും കൊടുത്തിട്ടുണ്ടാവും. ചില ആൾക്കാർ എന്ത് പറ്റിയിട്ടുണ്ടാവും, GS1 ആദ്യമേ തേഞ്ഞല്ലോ, ആ തേഞ്ഞതിന്റെ വിഷമത്തില് GS2 CSAT പോയി കുളമാക്കിയവരും ഉണ്ടാവാം. CSAT എഴുതാതെ പോയവരുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ആകെ തുകയായിരിക്കും കട്ട് ഓഫ്. എനിക്ക് തോന്നുന്നത് 75 ആയിരുന്നല്ലോ 23 കട്ട് ഓഫ്. ഇപ്പൊ നമുക്കൊരു സോളിഡ് പ്രഡിക്ഷൻ എന്ന് പറയാനാവില്ല, എന്നാലും നമ്മുടെ ഒരു മനക്കണക്കും വെയിങ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എന്റെ ഒരു ചിന്ത ഇറ്റ്സ് ഗോയിങ് ടു ബി അറൗണ്ട് സംവെയർ നിയർ 78. അങ്ങനെ ഒരു നമ്പർ കട്ട് ഓഫ് പ്രഡിക്ഷന്റെ അടുത്ത് തന്നെയാണ് ഞാനും എക്സ്പെക്ട് ചെയ്യുന്നത്. ചില ആൾക്കാർ 72 എന്നൊക്കെ പറയുന്നുണ്ട്, 73 പറയുന്നുണ്ട്, ചില ആൾക്കാർ 80+85 എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇറ്റ് ഷുഡ് ബി സംവെയർ അറൗണ്ട് 78 എന്നുള്ളതാണ് എന്റെ ഒരു മെജോറിറ്റി ഓഫ് മോസ്റ്റ് ഓഫ് ദി ആസ്പിറൻസ് എന്ന് പറയുന്ന മോസ്റ്റ് ഓഫ് ദി ആസ്പിറൻസിന് ഈ എക്സാം ടഫ് ആയിരുന്നു. ടഫ് ആവുന്നതിന്റെ ബേസിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനിക് മോഡിലേക്ക് പോകുന്നതുകൊണ്ടാണ്. അതെ, അതാണ് റീസൺ. പിന്നെ വേറൊരു കാര്യമുണ്ട് സാറേ, ഈ പേപ്പറിൽ ഞാൻ പറഞ്ഞല്ലോ ഓരോ ചോദ്യത്തിന്റെ ലെങ്ത് കൂടിയെന്ന്. ഈ ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് അതാണ് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. ശരിക്കും അത് ഇരുന്ന് വായിച്ചാൽ കൂടുതൽ കണ്ടന്റ് അതിൽ നിന്ന് കിട്ടുകയും ലോജിക്കലി ക്രാക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും. പക്ഷെ പിള്ളേർ പാനിക് ആവുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, അവരെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നോക്കാൻ അറ്റംപ്റ്റ് ചെയ്യത്തില്ല. രണ്ട്, വായിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് കലങ്ങില്ല. ഈ ചില പിള്ളേർക്ക് ലാംഗ്വേജ് കോംപ്രിഹെൻഡ് ചെയ്തെടുക്കാനുള്ള ഡിഫിക്കൽറ്റി ഉണ്ട്. സോ അവർക്ക് സാധാരണ ഗതിയിൽ അവർ സമയം എടുത്തിട്ടായിരിക്കും ഇത് വായിക്കുക. അപ്പോൾ 10-20 ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ടുപോകാനും സാധ്യതയുണ്ട്. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 20 ചോദ്യം പോലും അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ എങ്കിലും കാണാതെ പോയ ആൾക്കാരും ഉണ്ടാവും ഇത്തവണ. അപ്പൊ ഇതൊക്കെ ആകുമ്പോഴേക്കും അവർ മൊത്തത്തിൽ മോഡലി ഡൗൺ ആവും. അതൊക്കെയാണ് പ്രശ്നം. അപ്പൊ ഇത് സോ എനിക്ക് ഇതിനകത്ത് ഒരു ടേക്ക് അവേ എന്നാന്ന് പറഞ്ഞാല് റെസ്പെക്ട് UPSC. ഡൽഹിയിലൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യം കേട്ടാൽ ചിലപ്പോൾ എന്നെ ട്രോളാനായിട്ട് കുറെ പേരുണ്ടാവും. UPSC എന്ത് തേപ്പാന്നൊക്കെ പറയുന്നവരുണ്ടാവും. പക്ഷെ ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് ഇൻഎവിറ്റബിൾ അല്ലേ. കാലം മാറുന്നതിനനുസരിച്ച് പാറ്റേൺ മാറും, നമ്മൾ അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിലുള്ള ടേക്ക് അവേ ഇതാണ്. നമ്മൾ UPSC എന്ന് പറയുന്ന സാധനം ദേ ആർ നോട്ട് ജസ്റ്റ് ചെക്കിങ് യുവർ നോളജ്. അവർക്ക് വേണ്ടത് ഓഫീസേഴ്സിനെയാണ്. അപ്പോൾ ഓഫീസർ എന്ന് പറയുന്ന ആൾക്ക് ലോജിക്ക് വേണം, സ്ട്രെസ് മാനേജ്മെന്റ് പറ്റണം, കാര്യങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ഒരു 14,000 പേരെയാണ് അവർ പ്രിൻസിപ്പൽ ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ സ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളൂ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇത് ഇന്നത്തെ കാര്യമല്ല, കാലങ്ങളായിട്ട് 2023 CSAT ഡിഫിക്കൽട്ട് ആയ സമയത്തും കുറെ പേര് പറഞ്ഞു CSAT ഭയങ്കര പാടായിട്ട് പാസ്സായില്ലാന്ന്. ആ സമയത്തും നിങ്ങൾ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇറ്റ് വാസ് വെരി ഈസി. പീപ്പിൾ ഹു വുഡ് ഐഡന്റിഫൈ ദാറ്റ് ഓക്കെ ഡൂയിങ് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ഇസ് ദി റൈറ്റ് സ്ട്രാറ്റജി ടു ഡു നൗ. കോംപ്രിഹെൻഷൻ എളുപ്പമായിരുന്നു. ഞാൻ ആ 23 കോംപ്രിഹെൻഷൻ ചെയ്താൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ആ സമയത്ത് കലങ്ങിയ ആൾക്കാർക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ, നമ്മൾ ആ സ്വിച്ച് ചെയ്യണം. പെട്ടെന്ന് എന്താണോ സിറ്റുവേഷൻ അതനുസരിച്ച് സ്വിച്ച് ചെയ്യാന്നുള്ളതാണ്. പിന്നെ irrespective of the result, irrespective of how much marks you get, നെക്സ്റ്റ് മെയിൻ തിങ് നമ്മൾ മെയിൻസാ. ഇത് ക്ലീശയാണ്, എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്നുകൂടെ പറയണമല്ലോ. മെയിൻസ് ആൻസർ റൈറ്റിംഗ് ആണ് അടുത്ത മെയിൻ സംഭവം. ഇത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, കിട്ടിയ ആൾക്കാരാണെങ്കിൽ അവർ ആക്റ്റീവായിട്ട് അടുത്ത 2-3 മാസം ഉള്ളൂ ഇനി മെയിൻസിലേക്ക് വരാൻ. ദേ ഷുഡ് ബി ഗിവിംഗ് ദർ 100% ഫോർ മെയിൻസ്. ആൻഡ് സിമിലർലി കിട്ടാത്ത ആൾക്കാരാണെങ്കിലും അവരുടെയും ഇന്നെവിറ്റബിൾ മെയിൻ സാധനം എന്ന് പറയുന്നത് മെയിൻസ് പ്രിപ്പറേഷൻ തന്നെയാണ്. കാരണം നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ്, മെയിൻസ് ആക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ആരാണോ അവർക്ക് പ്രിലിംസിൽ ഒരു എഡ്ജ് കിട്ടാറുണ്ട് എല്ലാ വർഷവും. കറക്റ്റ്. സോ ദാറ്റ് ഇസ് വൺ മെയിൻ തിങ്. പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത് ഇത്രോ, ഈ പ്രിലിംസ് എക്സാം പാസ്സാകാനായിട്ട് പറ്റുന്ന ആളുകൾ എന്ന് പറയുന്നത്, ഒന്ന് കോംപ്രിഹെൻസീവ് ആയിട്ട് UPSCക്ക് പ്രിപ്പയർ ചെയ്യുക, അതായത് പ്രിലിംസും മെയിൻസും അടക്കം കോംപ്രിഹെൻസീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളുകൾ. രണ്ട്, എല്ലാ ദിവസവും പത്രം വായിക്കുന്ന ആളുകൾ. ബിക്കോസ്
ഒരു ക്യുമുലേറ്റീവ് നോളജ് ആണ് നമുക്ക് ഇതിന്റെ ചെക്ക് അകത്ത് ചെയ്തത് വേണ്ടത്. കഴിഞ്ഞ ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് മാത്രം പഠിച്ചിട്ട് പോയ ആളുകൾക്ക് പലപ്പോഴും കറണ്ട് അഫയേഴ്സിന്റെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. സോ ബേസിക്കലി ഒരു 1-2 കൊല്ലമായിട്ട് നന്നായിട്ട് സ്ഥിരം പത്രം വായിക്കുന്ന ആളുകൾക്ക് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ആ നോളജ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്ഥിരം പത്രം വായിക്കുന്ന ആളുകൾ, മെയിൻസിന് വേണ്ടിയിട്ടും പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളുകൾ, ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആ എക്സാം ഹാളിൽ പാനിക് ആവാതെ പീസ് ഓഫ് മൈൻഡോടുകൂടി കാമായിട്ട് ക്വസ്റ്റ്യൻസിനെ വായിച്ച് കോംപ്രിഹെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഇനിയിപ്പോ എഴുതി കഴിഞ്ഞ പിള്ളേര്, എസ്പെഷ്യലി എനിക്കൊരു ഇത്തവണത്തെ ന്യൂ കമേഴ്സിനോട് ഒരു കാര്യം പറയാനുള്ളത്, അതായത് PCM ചെയ്യുന്ന പിള്ളേരോട് പറയാനുള്ളത്, അവരുടെ മാർക്ക് ചിലപ്പോൾ കുറഞ്ഞേക്കാം. അതായത് റിപ്പീറ്റേഴ്സിനൊക്കെ ഒരു എഡ്ജ് ഉണ്ട് ഈ പേപ്പറിൽ. സോ അവരുടെ മാർക്ക് ഒരുപക്ഷെ കുറഞ്ഞേക്കാം. അങ്ങനെ കുറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇഫ് ദർ മാർക്സ് ആഫ്റ്റർ സീയിങ് ദി കട്ട് ഓഫ്സ്, ആഫ്റ്റർ സീയിങ് ദി കീ, അവർക്ക് നോക്കുമ്പോൾ ഒരു 50s-ലും 60s-ലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ആർ ആക്ച്വലി വെരി മച്ച് എലിജിബിൾ. അതാണ് ഞാൻ എൻ്റെ ഒരു മറ്റൊരു ടേക്ക്. അതായത് ഒരു 40 മുതൽ 60 മാർക്ക് വരെ കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, PCM ബാച്ചിൽ ചെയ്ത് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ദേ ആർ ദി നെക്സ്റ്റ് പ്രോബബിൾ വിന്നേഴ്സ്. അടുത്ത വർഷത്തെ ടോപ്പർ കപ്പാസിറ്റി ഉള്ള പിള്ളേരാത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും ഡിസർട്ടൻഡ് ആയി പോകില്ല. ഇതെനിക്ക് പറ്റിയില്ലല്ലോ, ഞാൻ ഒരു വർഷം എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് 80 ക്രോസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ടല്ലോ. കാര്യം ഒരു 40 to 60 ബ്രാക്കറ്റിൽ വന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഈ പരീക്ഷ GS1 ദേ ആർ ഗുഡ്, അവർ കൊള്ളാം, അവർ ദേ ആർ സീരിയസ് ആസ്പിറൻസ്. അവർക്ക് നെക്സ്റ്റ് ഇയർ ടോപ്പർ ആവാനുള്ള എല്ലാ സാധ്യതകളും അതിനകത്തുണ്ട്, പ്രൊവൈഡഡ് സാർ ഇപ്പൊ പറഞ്ഞ പോലെ കൃത്യമായിട്ട് പത്രം വായിക്കുകയും കറണ്ട് അഫയേഴ്സ് മര്യാദയ്ക്ക് മനസ്സിലാക്കുകയും സ്റ്റാറ്റിക്കിനെ അതുപോലെ തന്നെ പഠിക്കുകയും, എന്നാൽ ഇതിനൊക്കെ അപ്പുറം കോമൺ സെൻസ് ആണ് ഈ പരീക്ഷയിൽ ചെക്ക് ചെയ്യുന്നതെന്നുള്ളൊരു ധാരണ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്താൽ ക്രാക്ക്. പിന്നെ എഗെയിൻ UPSC ക്യാൻ കം അപ്പ് വിത്ത് എഗെയിൻ എ ന്യൂ ഗെയിം, പുതിയൊരു ഗെയിമിലേക്ക് അവർ വേണമെങ്കിൽ വീണ്ടും പാറ്റേൺ മാറ്റാം. സോ UPSC-നെ കുറ്റം പറയാതെ UPSC-ക്ക് അനുസരിച്ച് നമ്മൾ അഡാപ്റ്റഡ് ആവുക. അത്രേ ഉള്ളൂ. ഇനി ഒരു ഉപദേശം, അതായത് ഇന്നിപ്പോ ഒരാഴ്ച റെസ്റ്റ് എടുക്കുന്ന ഒരു ശീലം ഉണ്ടാവുമല്ലോ, പ്രിലിംസ് കഴിഞ്ഞു, ഇനി ഒരാഴ്ചത്തെ കൂൾ ഓഫ് പീരീഡ് ആണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം, നമ്മൾ അറിയാതെ ഈ ഒരു ഫ്ലോയിൽ നിന്ന് മാറിപ്പോകും. സോ അതും ചെയ്യണം. ഒരാഴ്ച എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, അതൊരു ഇച്ചിരി ബിഗർ ഡേ ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഒരു 2-3 ദിവസം ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നാൽ ഓക്കെയാണ്. പക്ഷേ ഷുഡ് ബി ലൈക്ക് സ്വിച്ചിങ് വെരി ഫാസ്റ്റ് ടു ദി മെയിൻസ് പ്രിപ്പറേഷൻ. കാരണം നമ്മൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്തോറും നമ്മൾ ഇതിൽ നിന്ന് അകലും. നമുക്ക് പല ഇൻസെക്യൂരിറ്റീസ് പുതിയത് പോപ്പപ്പ് ചെയ്യും, പുതിയ ആശയങ്ങൾ വരും. സോ അതിനുള്ള സമയം കൊടുക്കരുത്. നമ്മൾ ഈ ഒരു ഫ്ലോയിൽ തന്നെ പോവുക, അത് കൃത്യമായിട്ട് അടുത്ത മെയിൻസ് ആൻസർ റൈറ്റിംഗിലേക്ക് തന്നെ പോവുക. ദാറ്റ് ഇസ് ദി ഫസ്റ്റ് തിങ് ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു ബി ഡൺ. അപ്പോൾ റിസൾട്ട് വരട്ടെ, അത് ബാക്കി നമുക്ക് അപ്പോൾ നോക്കാമല്ലോ. സോ മെയിൻസ് ആൻസർ റൈറ്റിംഗിലേക്കാണ് അടുത്ത ട്രാവൽ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് കൂടാതെ നമ്മളുടെ ഒരു ആൻസർ കീ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ആസ്പിറൻസ് ക്യാൻ ആക്ച്വലി ഗോ ത്രൂ ദാറ്റ്. അവർക്കിപ്പോൾ UPSC-ലേക്ക് ഇനി ഒരു ചാലഞ്ച് കൊടുക്കണമെങ്കിൽ പോലും അതിനുള്ള സോഴ്സ് നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ആ കീക്കകത്ത് എന്തുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റ്, ആ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും കണ്ടന്റും കൊടുത്തിട്ടുണ്ട്. സോ പീപ്പിൾ, ഇഫ് യു വാണ്ട്, യു ക്യാൻ ഗോ ത്രൂ ദാറ്റ് ആൻഡ് ഐഡന്റിഫൈ വാട്ട് വെന്റ് റോങ്. അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഈ ചൂടോടെ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ട് എവിടെയാണ് തെറ്റുപറ്റിയത്, എന്തായിരുന്നു സ്ട്രാറ്റജിക്കലി ചെയ്യേണ്ട മിസ്റ്റേക്ക്, ശരിയാക്കേണ്ടിരുന്ന ഭാഗം എന്നാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ അതിപ്പോ കറക്റ്റായിട്ട് ക്ലിക്ക് ആവും. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചൂട് പോകും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ചെയ്യുന്നത് നല്ലതാണ്. ആൻഡ് ദെൻ അഗെയിൻ UPSC കീ വരുമ്പോൾ നമുക്ക് ബാക്കി മുന്നോട്ട് പോകാമല്ലോ. സോ അതാണ് എൻ്റെ ഒരു നോർമൽ കോഴ്സ് ഓഫ് ആക്ഷൻ. എന്തായാലും കിട്ടാത്ത ആൾക്കാർ കിട്ടിയില്ല എന്ന് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് അടുത്തൊരു എക്സാം ഉണ്ട്. സോ ഷുഡ് ബി പ്രിപ്പയറിംഗ് ഫോർ ദാറ്റ്.